നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. അടുത്ത കാലത്ത് ഒരു സൂപ്പർ താര സിനിമ നേരിട്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു വിജയുടെ ജനനായകൻ നേരിട്ടത്. വിജയുടെ അവസാന ചിത്രമായി ഒരുങ്ങിയ ജനനായകൻ പറഞ്ഞ സമയത്ത് റിലീസാകാതെ നീണ്ടുപോവുകയായിരുന്നു ഉണ്ടായത്. റിലീസിന് മുൻപ് ചിത്രം ഇന്റർനെറ്റിൽ ലീക്കായതും തിരിച്ചടിയായി മാറിയിരുന്നു. എല്ലാ പ്രതിസന്ധികൾക്കും ഒടുവിൽ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയായിരുന്നു. ദളപതിയുടെ അവസാന ചിത്രം ആരാധകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. റെക്കോർഡ് ഓപ്പണിംഗ് ആണ് ചിത്രത്തിന് ലഭിച്ചത്. 4 ദിവസം കൊണ്ട് 200 കോടിയിലധികം സ്വന്തമാക്കിയ ചിത്രം വലിയ വിജയമാകുമെന്നും പലരും കരുതിയിരുന്നത്. എന്നാൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചിത്രം പരാജയപ്പെട്ടേക്കാം എന്നാണ് ട്രാക്കർമാർ അഭിപ്രായപ്പെടുന്നത്. റിലീസ് ചെയ്ത് 6 ദിവസം പിന്നിട്ടപ്പോൾ ബോക്സ് ഓഫീസിൽ നിന്ന് 246 കോടിയാണ് ജനനായകൻ നേടിയത്. ഇന്നത്തോടെ ചിത്രം 250 കോടി കടന്നേക്കുമെന്നും എന്നാൽ ചിത്രം ഹിറ്റാകാൻ സാധ്യതയില്ല എന്നുമാണ് ട്രാക്കർമാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഹോളിവുഡ് ചിത്രം സ്പൈഡർമാൻ റിലീസ് ജനനായകന് തിരിച്ചടിയാകും എന്നാണ് കണക്കുകൂട്ടൽ. ആദ്യ 3 ദിവസം കൊണ്ട് 200 കോടി നേടിയ ജനനായകൻ പിന്നീടുള്ള 3 ദിവസം കൊണ്ട് 46 കോടിയാണ് നേടിയത്. വീക്ക് ഡേയ്സിൽ വലിയ ഇടിവാണ് ജനനായകന് നേരിടേണ്ടി വന്നത്. ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ 300 കോടി മാത്രമേ ഉണ്ടാകുള്ളൂ എന്നാണ് ട്രാക്കർമാരുടെ കണക്കുകൂട്ടൽ. സൂര്യയുടെ കറുപ്പ് ബോക്സ് ഓഫീസിൽ നേടിയ കളക്ഷൻ മറികടക്കുവാൻ ചിത്രത്തിന് സാധിക്കില്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. 400 കോടിക്കടുത്ത് ചെലവഴിച്ച ചിത്രം നിർമ്മാതാവിന് വലിയ നഷ്ടമാണ് സമ്മാനിക്കുക. 11 വർഷങ്ങൾക്ക് ശേഷമാണ് വിജയുടെ ഒരു ചിത്രം ബഡ്ജറ്റ് പോലും തിരിച്ചുപിടിക്കാനാകാതെ പരാജയപ്പെട്ടു പോകുന്നത്. 2015 റിലീസായ പുലിയാണ് വിജയുടെ അവസാന ഫ്ലോപ്പ്. പുലിക്ക് ശേഷം വിജയുടെ പല ചിത്രങ്ങളും ശരാശരി അഭിപ്രായമായിരുന്നുവെങ്കിലും നിർമ്മാതാവിനെ സേഫാക്കി നിർത്തിയിരുന്നു. അതേസമയം വിജയുടെ വ്യക്തി ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ താരങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിനേക്കാൾ എന്നും ചർച്ച ചെയ്യപ്പെടാറുള്ളത് അവരുടെ വ്യക്തി ജീവിതം തന്നെയാണ്. അടുത്ത കാലത്തായി നടനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ വിജയുടെ വ്യക്തി ജീവിതത്തിൽ നടന്നതും നടക്കുന്നതുമായ വിഷയങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാം തന്നെ പ്രചരിക്കുന്നത്. ഭാര്യ സംഗീതയിൽ നിന്നും വിവാഹമോചനം നേടുവാനുള്ള ഒരുക്കത്തിലാണ് നടനിപ്പോൾ. തൃഷയുമായി വിജയ്ക്കുള്ള ബന്ധം മനസ്സിലാക്കിയ ശേഷം സംഗീതയും മക്കളും നടനിൽ നിന്നും അകന്നാണ് കഴിയുന്നത്. മാസ്റ്റർ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിൽ അവസാനമായി സംഗീത വിജയ്ക്കൊപ്പം പ്രത്യക്ഷപ്പെട്ടത്. ഇതിനുശേഷം സംഗീതയുടെ അഭാവം കണ്ടു തുടങ്ങിയതോടെ ചർച്ചകളും ആരംഭിച്ചിരുന്നു. ഗോസിപ്പുകൾ പല വിധത്തിൽ പ്രചരിക്കുന്നതിന് ഇടയിലാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ സംഗീത വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്നത്. മക്കളും സംഗീതയ്ക്ക് ഒപ്പമാണ് താമസിക്കുന്നത്. ഭാര്യയും മക്കളെയും വേദനിപ്പിച്ച് തൃഷയ്ക്കൊപ്പം മുന്നോട്ട് പോകുന്ന വിജയ്ക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ട്രോളുകളും ലഭിക്കുന്നത് പതിവാണ്. ഇപ്പോഴിതാ നടന് മക്കളോടുണ്ടായിരുന്ന സ്നേഹത്തിന്റെ ആഴം എത്രത്തോളമായിരുന്നുവെന്ന് നടി ലക്ഷണ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. ശിവകാശിയിൽ വിജയുടെ ലക്ഷണ എന്ന് അറിയപ്പെടുന്ന കൃഷ്ണ സജിത്ത് അഭിനയിച്ചിരുന്നു. ശിവകാശിയുടെ ഷൂട്ട് നടക്കുന്നതിനിടയിലായിരുന്നു നടന് മകൾ ദിവ്യ സാഷ പിറന്നത്. ലോകം കീഴടക്കിയ വ്യക്തിയെ പോലെയാണ് അന്ന് വിജയ് സന്തോഷവാനായിരുന്നു എന്നായിരുന്നു ലക്ഷണ ഓർത്തു പറയുന്നത്. ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് മകൾ പിറന്നത്. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഷൂട്ടിംഗ് അവസാനിക്കുന്നതിന് 3-4 ദിവസം മുൻപാണ് അത് നടക്കുന്നത്. ലാസ്റ്റ് ഷെഡ്യൂൾ നടക്കുകയായിരുന്നു. ഞാൻ ഷൂട്ടിലായിരുന്നു. തിരികെ വന്നപ്പോൾ അമ്മ പറഞ്ഞത് വിജയ് സാർ നിന്നെ ക്യാരവാനിലേക്ക് വിളിക്കുന്നുണ്ട് എന്നതായിരുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ലഡുവൊക്കെ ആയിട്ട് അദ്ദേഹം എന്നെ കാത്തിരിക്കുകയായിരുന്നു. അതീവ സന്തോഷവാനായിരുന്നു അദ്ദേഹം. ലോകം കീഴടക്കിയ സന്തോഷം അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാമായിരുന്നു. ലക്ഷണ എനിക്ക് പെൺകുഞ്ഞ് പിറന്നു. വെള്ളിയാഴ്ച പെൺകുഞ്ഞ് പിറക്കുന്നത് ഐശ്വര്യമാണെന്ന വിശ്വാസം തമിഴ് ലോകത്ത് ഉണ്ടത്രേ. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച തന്നെ എനിക്ക് പെൺകുഞ്ഞ് പിറന്നതിൽ ഞാൻ സന്തോഷവാനാണ് എന്നതായിരുന്നു വിജയുടെ വാക്കുകൾ. ഇത്രയും പറഞ്ഞ ശേഷം അദ്ദേഹം എനിക്കൊരു ലഡു എടുത്തു തന്നു. ഇത്രയേറെ സന്തോഷവാനായ വിജയ് സാറിനെയാണ് അന്ന് ഞാൻ അവിടെ കണ്ടത്. ഞാൻ അദ്ദേഹത്തിന് കൺഗ്രാജുലേഷൻ ഒക്കെ പറഞ്ഞ് ഇറങ്ങുകയായിരുന്നു. ഇന്നും അന്നത്തെ ആ സംഭവം സാറിന്റെ സന്തോഷവും നിറഞ്ഞ മുഖവും എന്റെ മനസ്സിൽ അതുപോലെ ഉണ്ട് എന്നാണ് ലക്ഷണ പറഞ്ഞത്. ഇത്രയേറെ മക്കളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണോ ഇന്നലെ കണ്ട സ്ത്രീക്ക് വേണ്ടി കുടുംബത്തിന്റെ സന്തോഷം മുഴുവൻ തല്ലിക്കെടുത്തിയത് എന്ന ചോദ്യങ്ങളാണ് ലക്ഷണയുടെ ഈ വീഡിയോ വൈറലായതോടെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രധാന ചോദ്യം. ദിവ്യ സാഷ അമ്മയ്ക്കും ചേട്ടൻ ജെയ്സൺ സഞ്ജയ്ക്കും ഒപ്പമാണ് താമസിക്കുന്നത്. വിജയുമായി 2 മക്കളും യാതൊരു വിധത്തിലുള്ള അടുപ്പവും കാത്തു സൂക്ഷിക്കുന്നില്ല. ദിവ്യയുടെ ഗ്രാജുവേഷൻ സമയത്ത് രക്ഷകർത്താവിന്റെയും അച്ഛന്റെയും ചേട്ടന്റെയും സ്ഥാനം അലങ്കരിച്ചത് സഞ്ജയ് ആയിരുന്നു. തന്റെ ഭർത്താവുമായി ബന്ധം പുലർത്തുന്ന നടി അടിക്കടി സോഷ്യൽ മീഡിയയിൽ ഇടുന്ന പോസ്റ്റുകൾ തന്നെയും മക്കളെയും ബുദ്ധിമുട്ടിക്കുന്നതായും മാനസിക സമ്മർദ്ദത്തിലാക്കുന്നതായും സംഗീത നൽകിയ വിവാഹമോചന ഹർജിയിൽ ഉണ്ടായിരുന്നു. മക്കളെ സ്നേഹിക്കുന്ന അച്ഛൻ ചെയ്യുന്ന പ്രവൃത്തിയല്ല വിജയ് ചെയ്യുന്നതെന്നും മക്കൾക്ക് അനുഭവിക്കുന്ന അപമാനവും പ്രയാസവും മനസ്സിലാക്കുവാൻ വിജയ് ശ്രമിക്കുന്നില്ലെന്നും ചിലർ കുറിക്കുകയും ചെയ്തിരുന്നു. നടൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സംഗീതയും മക്കളും ചടങ്ങിൽ എത്തുമെന്നായിരുന്നു നടനെ സ്നേഹിക്കുന്നവർ എല്ലാം തന്നെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ എത്തിയത് തൃഷയായിരുന്നു.
അതേസമയം തെന്നിന്ത്യയിൽ എവിടെ തിരിഞ്ഞാലും തൃഷമയമാണ്. ലേഡി സൂപ്പർ സ്റ്റാറും പുതുമുഖ നായികമാരും വരെ സൈഡായി. ഒരു ഇടവേളയ്ക്ക് ശേഷം തമിഴ് സിനിമയിലേക്ക് പൂർവാധികം ശക്തിയോടെ മടങ്ങിയെത്തിയ നായികയാണ് തൃഷ കൃഷ്ണൻ. 96ന്റെ റിലീസിന് ശേഷം കാര്യമായ വിജയമോ നല്ല സിനിമകളുടെ ഭാഗമാകാനോ താരത്തിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് തമിഴിൽ ഏറ്റവും തിരക്കുള്ള നായിക നടിയാണ് താരം. തൃഷയുടെ ഏറ്റവും പുതിയ റിലീസ് സൂര്യ നായകനായ കറുപ്പാണ്. കറുപ്പ് വിജയിച്ചതോടെ തൃഷ ലക്കി ചാമാണ് എന്ന ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ശക്തമാകുന്നത്. സൂര്യയ്ക്ക് മാത്രമല്ല തമിഴിലെ സൂപ്പർ താരങ്ങളായ വിജയ്, അജിത്ത്, കാർത്തി തുടങ്ങിയവരുടെ കരിയറിൽ തൃഷ മൂലമുണ്ടായ മാറ്റങ്ങളും ചർച്ചയാകുന്നുണ്ട്. ഹിറ്റുറപ്പിക്കുന്ന ഒരു ഗോൾഡൻ ടച്ച് നടിക്കുണ്ട് എന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്.